കേരളം വിധി എഴുതാൻ തയ്യാറായി നിൽക്കുന്നു. ഇനി 3 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് പോളിംഗ് ആരംഭിക്കാൻ വേണ്ടി. എല്ലായിടങ്ങളിലുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മോക്ക് പോളിംഗ് ടെസ്റ്റുകളൊക്കെ പരിശോധനകളൊക്കെ കഴിഞ്ഞു. വി.ഡി. സതീശൻ നമുക്ക് കാണാം, പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പറവൂരിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. പതിവാണ് അദ്ദേഹത്തിന്റെ ആദ്യം തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുകയും പിന്നീട് മറ്റിടങ്ങളിലേക്ക് പോവുക എന്നത്. വിഷ്ണു സുരേഷ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകി. നമുക്ക് ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക് പോകാം. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലാണ് ഉമേഷ് ബാലകൃഷ്ണൻ ഉള്ളത്. വിവരങ്ങളുമായി ഉമേഷ്, മോക്ക് പോളിംഗ് ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു. അവിടെ നിര തുടങ്ങിക്കഴിഞ്ഞോ? ഇനിയിപ്പോൾ ഏതാണ്ട് 2 മിനിറ്റാണ് ഉള്ളത് പോളിംഗ് തുടങ്ങാൻ വേണ്ടി. മറ്റു പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. ഉമേഷ്, എന്താണ് വിവരങ്ങൾ? തിരുവനന്തപുരം സെന്ററിലെ വിവിധ മേഖലകളിൽ ഇപ്പോൾ മോക്ക് പോളിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ 50 പോളിംഗ് ആണ് ഇപ്പോൾ മോക്ക് പോളിംഗിന് വേണ്ടി നടത്തേണ്ടത്. 50 പോളിംഗ് നടത്തിയപ്പോഴും കാര്യമായ പ്രശ്നങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വോട്ടിംഗ് മെഷീൻ എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഫോർട്ട് ഹൈസ്കൂളിലാണ്. ഫോർട്ട് ഹൈസ്കൂളിൽ രാവിലെ മുതൽ തന്നെ ഇവിടെ 6 ബൂത്തുണ്ട്. 6 ബൂത്തിലും രാവിലെ മുതൽ തന്നെ തിരക്കുണ്ട്. ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫോൺ ബൂത്തിനകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഫോൺ വെക്കാൻ ബൂത്തിന് പുറത്ത് തന്നെ പ്രത്യേക ക്രമീകരണങ്ങൾ ഉണ്ടാകും. അല്പസമയത്തിന് തന്നെ ഇവിടെ ആറന്മുള ബി.ജെ.പി. സ്ഥാനാർത്ഥി കൂടിയായ കുമ്മനം രാജശേഖരൻ വോട്ട് ചെയ്യാനെത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ആറന്മുളയിലേക്ക് അദ്ദേഹം പോകും. സാധാരണ ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇത്തവണ അദ്ദേഹം വോട്ട് നിലനിർത്തുകയും ഇവിടെ തന്നെ വോട്ട് ചെയ്ത് ശേഷം മണ്ഡലത്തിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് വിവിധ ബൂത്തുകൾ, 6 ബൂത്തുണ്ട് ഈ ഫോർട്ട് ഹൈസ്കൂളിൽ മാത്രം. ഫോർട്ട് ഹൈസ്കൂളിലെ എല്ലാ ബൂത്തുകൾക്ക് മുന്നിലും തിരക്കുണ്ട്. രാവിലെ തന്നെ അവരുടെ സമ്മതിദാനാവകാശം നിറവേറ്റി തിരികെ പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വലിയ ക്യൂ ഓരോ ബൂത്തുകളുടെ മുന്നിലും ദൃശ്യമാകുന്നുണ്ട്. അസിത, ജിക്കെ. ശരി, എന്തായാലും ഗോപി, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഈ കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. വലിയ ചൂടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ വലിയ ക്യൂ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് പല ജില്ലകളിലും കാണുന്നുമുണ്ട്. നമ്മൾ മുൻപ് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട തകരാർ ചിലയിടങ്ങളിൽ നിന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചിലയിടത്തത് പരിഹരിച്ചിട്ടുണ്ട്. അതിൽ നേരത്തെ ഇരവിപുരം മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അവിടെ 50-ാം നമ്പർ പോളിംഗ് സ്റ്റേഷനിൽ, ക്രിസ്റ്റല സ്കൂളിലെ 50-ാം നമ്പർ സ്റ്റേഷനിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് ചിലയിടങ്ങളിൽ പുതുതായി പ്രശ്നം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തിരുവല്ലയിൽ നമ്മൾ മുൻപ് സമാനമായ നിലയിൽ പ്രശ്നം പറഞ്ഞിരുന്നു. അവിടെ പുതിയ മിഷൻ എത്തിച്ചിട്ടുണ്ട്. വിവിപാറ്റ് മാറ്റിവെച്ചു. മോക്ക് പോളിംഗ് അവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇനി മോക്ക് പോളിംഗ് പൂർത്തീകരിച്ചിട്ടായിരിക്കും വോട്ടെടുപ്പിലേക്ക് കടക്കുക. അപ്പോൾ എങ്ങനെയായാലും ഒരു മണിക്കൂറിന്റെ താമസം അവിടെ വോട്ടെടുപ്പ് ആരംഭിക്കാനായി ഉണ്ടാകുമെന്നുള്ളതാണ് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.